എന്ത് ഒരു ബന്ധം നമുക്കിടയിൽ വേണ്ടത്, ദാറ്റ് ഈസ് ട്രസ്റ്റ്. ദിസ് മൂവി ഈസ് ബിൽഡ് ഓൺ ട്രസ്റ്റ് ഓഫ് എ 22-year-old girl with that person. That person has contributed to my life. I don't know. I really don't know. Sorry. അറിയത്തില്ലേ? ആർജീവിനെ അറിയത്തില്ല. എനിക്കറിയില്ല. എനിക്കിത് ആർജീവി എന്നെ തേടുന്നു. പ്രഷർ താങ്ങാൻ പറ്റാതെ ഈ പരിപാടി നിർത്തി പോകുന്നവരുണ്ട്, ഒരുപാട് കഴിവുള്ളവരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഉപദേശം കൊടുക്കാൻ ഞാൻ ആരുമല്ല. ഒരുപാട് നെഗറ്റീവ് ട്രോളുകളും ഒരുപാട് കമന്റ്സുകളും വളരെ എടുത്തു വായിക്കാൻ കൊള്ളാത്ത തരത്തിലുള്ളതെല്ലാം കണ്ടിട്ടുണ്ട്. അറ്റ് ദാറ്റ് പോയിന്റ് ഐ കൈൻഡ് ഓഫ് സഫേർഡ് ഡിപ്രഷൻ. ഫോൺ തുറക്കുമ്പോഴേ കൈൻഡ് ഓഫ് ലൈക്ക് ഓൾ മെസ്സേജസ് ആൻഡ് കമന്റ് സെക്ഷൻ. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, നോർമലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. I went to Den crying one day. I was crying in front of Ram. ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അങ്ങ് പോയതാണ്. Just watching me crying and I cried and cried and cried and cried and keep on crying. ശ്രീലക്ഷ്മി എന്നൊരു വ്യക്തി അന്തരിച്ചു എന്ന് ഞാൻ പറയും. സോ ആ ഒരു സമയത്ത് ഞാൻ വിളിച്ചിട്ട് റാമിനോട് പറഞ്ഞു, സി പ്ലീസ് ഡു ദിസ് മൂവി. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അന്യഭാഷാ ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് സിനിമകളാണ് നമ്മൾ നെഞ്ചിലേറ്റിയിട്ടുള്ളത്. ആ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കേണ്ട ഒരു സിനിമയും കൂടി വരുന്നുണ്ട്. 4 ഭാഷകളിലായിട്ടാണ് ഇറങ്ങുന്നത്. സാരി എന്നാണ് ചിത്രത്തിന്റെ പേര്. പക്ഷെ ഇതൊന്നും അല്ല ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ നായിക തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കോട്ടയത്ത് നിന്ന് നമ്മുടെ എന്താ പറയാ, ഈ സിനിമയിലേക്ക് ഒരു പ്രധാന കഥാപാത്രം ചെയ്തപ്പോൾ നമ്മുടെ മുമ്പിലെത്തിക്കുന്ന നമ്മുടെ സ്വന്തം ആരാധ്യയാണ്. വെൽക്കം ടു അവർ ഷോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മൊത്തത്തിലെ എക്സ്പീരിയൻസ് ഒക്കെ? മൊത്തത്തിലെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ശരിക്കും എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്, ഈ സിനിമയിലേക്ക്? ഞാൻ പറഞ്ഞു മടുത്തല്ലേ? എന്നാൽ ഞങ്ങൾക്കും കൂടി ചെറുതായിട്ടൊന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കെമിസ്ട്രിയില് 2023 ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സമ്മർ വെക്കേഷനായി. അപ്പൊ ഞാൻ ക്ലാസ്സില് എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് ഞാനും വെറുതെ ഇരിക്കുമല്ലേ വീട്ടില്, വേറെ പണിയൊന്നുമില്ല. ഞാനും വെറുതെ ഇങ്ങനെ ഡബ് സ്മാഷ് ചെയ്തു തുടങ്ങി. അപ്പൊ ഞാൻ ഇൻസ്റ്റ വഴി ആഘോഷേട്ടനുമായിട്ട് പരിചയത്തിലായി. ഹീസ് എ ഫോട്ടോഗ്രാഫർ, ഈസ് വെരി ഗുഡ് ഫോട്ടോഗ്രാഫർ. സോ ആഘോഷേട്ടനുമായിട്ട് ഞാൻ പരിചയത്തിലായി. പിന്നെ ആഘോഷേട്ടന്റെ കൂടെ ഇപ്പൊ ഞങ്ങള് കുറച്ച് ഐഡിയാസ് ഒക്കെ വെച്ച് കുറച്ച് റീൽസ് ചെയ്യാനായിട്ട് ടീം കൈൻഡ് ഓഫ് അങ്ങനെ ഞങ്ങള് റീൽസ് ചെയ്യാൻ തുടങ്ങി. അപ്പോ അതില് yellow sari reel that got his attention and he tweeted, can someone tell me who she is? And the story happened from there. So once he posted this, I was getting lot of ഒരുപാട് മെസ്സേജ് റിക്വസ്റ്റിലൊക്കെ വരാൻ തുടങ്ങി. RGV സെർച്ച് ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് അറിയില്ല ആരാണ് RGV എന്നുള്ളത്. അപ്പോ ആളുകള് ആ ഒരു സമയത്ത് ഗുഡ് ആയിട്ടുള്ള മെസ്സേജുകളും ബാഡ് ആയിട്ടുള്ള മെസ്സേജുകളും കോൺട്രവേഴ്ഷ്യൽ ഫീഡ് ലീക്കിംഗ് വീഡിയോ വാസ് ഓൾസോ കമ്മിങ്. ഐ വാസ് ലൈക്ക് എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. ഞാൻ നേരെ ഗൂഗിളിൽ പോയി നോക്കി. അപ്പോ റംഗീല ആൻഡ് സത്യ. അപ്പൊ തന്നെ സത്യം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ആരാണ് ഡയറക്ടർ എന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു എന്റെ പ്രായത്തിലുള്ള മോസ്റ്റ് ഓഫ് ദ ഇല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറയുന്നത് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ റംഗീല ഇത് കണ്ടപ്പോഴത്തേക്കും, കാരണം റംഗീലയില് തൻഹ തൻഹ റംഗീല ഇതൊക്കെ നമ്മൾ കണ്ടെന്താ പറയാ, എപ്പോഴും പാടുന്നൊരു പാട്ടാണ്. അത് കണ്ടപ്പോഴത്തേക്കും ഓക്കെ, റാം ആണ് ഇത് ഡയറക്ട് ചെയ്ത്. അപ്പൊ എനിക്ക് ഒരുപാട് ഹി ഡയറക്റ്റഡ് ദിസ് മൂവി ആൻഡ് ഐ വാസ് ലൈക്ക് എപ്പോ വേണമെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മെസ്സേജ് വന്നു. Then I got in touch with him. I called him and he said, yeah, I want to do a movie with you. And ആ ടൈമിൽ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചായിരുന്നു ഇത് ഒറിജിനൽ ആള് തന്നെയാണോ? ഇല്ല, കാരണം പുള്ളിയുടെ പബ്ലിക് പ്ലാറ്റ്ഫോമില് ഇത് പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ട്രൂ. ആൻഡ് ഞാനപ്പോ എന്റെ ഹോസ്റ്റലിലെ കുറച്ച് എൽഡർ ആയിട്ടുള്ള ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പം അവരോട് ചോദിച്ചു, ചേച്ചി RGV അറിയോ? അപ്പൊ അവർക്കറിയാം. എനിക്ക് തോന്നുന്നു 90s കിഡ്സ് RGV അറിയത്തില്ലേ? RGVനെ അറിയത്തില്ല. അപ്പൊ RGV ആരാ എനിക്കറിയില്ല. എനിക്കിത് RGV എന്നെ തേടുന്നു. നിന്നെ എന്തിനാ തേടുന്നത്? അപ്പൊ അവർക്കും പെട്ടെന്ന്, കാരണം എന്നെ എന്നും കാണുന്നു, സഡൻലി എന്നെ പറ്റി ആരോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ അവർക്കും
ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. അതെ അതെ, ഇത്രയും വലിയ ആളായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെയല്ല, അവിടെ വരെ, ആ, ലൈക് അവരും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യാതെ പോലെ. അങ്ങനെയാണ് അവിടുന്നാണ് സാരിയുടെ ഒരു ഉത്ഭവം. അങ്ങനെ സാരി ഗേളായി മാറി. അങ്ങനെ സാരി ഗേൾ എന്നുള്ളൊരു നാമം പുള്ളി എനിക്ക് തന്നു. ശരിക്കും പറഞ്ഞാ ഇങ്ങോട്ടേക്ക് ഒരു കോള് വരിക, നമ്മള് പാരന്റ്സിനോടൊക്കെ പറഞ്ഞപ്പോ എന്തായിരുന്നു ശരിക്കും? പാരന്റ്സിനൊക്കെ കുറച്ചുകൂടി കണക്ട് ആവും. എന്റെ അച്ഛനും അമ്മയും രംഗീല കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം അമ്മയോട് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അയ്യോ ഊർമിളയുടെ കൂടെ എത്ര നല്ല പടങ്ങളാ പുള്ളി ചെയ്തത്, അയ്യോ. അപ്പൊ അമ്മ പെട്ടെന്ന് അമ്മയ്ക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, അമ്മയ്ക്ക് ഒട്ടും ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ലൈക്ക് എന്തിനാണ് എന്തൊക്കെ ഇവിടെ നടക്കുന്നത്. കാരണം അമ്മ എന്തുകൊണ്ടായിരിക്കും അമ്മ ഓൾറെഡി കുറച്ച് പേടിക്കാനും തുടങ്ങി. എന്താ കാര്യം എന്താ. പിന്നെ അമ്മയുടെ പേടി മൊത്തം ഇതായിരുന്നു, ഞാൻ ഇപ്പൊ പഠിത്തം വിട്ടങ്ങ് പോകും. അത് തന്നെ സംഭവിച്ചു. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ. അമ്മ പറഞ്ഞു വേണ്ട, ഇതിനിടയ്ക്ക് ഇത് വിട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പോകും. സ്റ്റാർട്ടിങ്ങിൽ അച്ഛനും അമ്മയ്ക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. കാരണം വന്നിരുന്ന നെഗറ്റീവ് കമന്റ്സും എല്ലാം കൂടെ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവരെ ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കൂടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, വരും, ഉറപ്പാണത്. അത് നമ്മള് മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ അത് മനസ്സിൽ ഉറപ്പിച്ചിറങ്ങുക, അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാതിരിക്കുക. കാരണം ഒരുപാട് പേരുണ്ട് ആദ്യം ചിലപ്പോ ഒരു ക്യൂരിയോസിറ്റിയിൽ അതങ്ങ് ചെയ്തിട്ട് ഇത് അങ്ങോട്ട് വരുമ്പോ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന്, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, ഫ്രണ്ട്സിന്റെ ഭാഗത്ത് എല്ലായിടത്തുനിന്നും അവർക്ക് പ്രഷർ താങ്ങാൻ പറ്റാതെ ഈ പരിപാടി നിർത്തി പോകുന്നവരുണ്ട്. ഒരുപാട് കഴിവുള്ളവരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഉപദേശം കൊടുക്കാൻ ഞാൻ ആരുമല്ല, പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്, ഒരുപാട് നെഗറ്റീവ് ട്രോളുകളും ഒരുപാട് കമന്റ്സുകളും വളരെ എടുത്തു വായിക്കാൻ കൊള്ളാത്ത തരത്തിലുള്ളതെല്ലാം കണ്ടിട്ടുണ്ട്. ഒരുപാട് ലൈക്ക് അറ്റ് ദാറ്റ് പോയിന്റ് ഐ കൈൻഡ് ഓഫ് സഫേർഡ് ഡിപ്രഷൻ. ഒരു ഘട്ടം ഉണ്ടായിരുന്നു ലൈഫിൽ, കൈൻഡ് ഓഫ് ലൈക്ക് ഡിപ്രഷൻ ഇൻ ദ സെൻസ് ലൈക്ക് ഐ വാസ് നോട്ട്, ഫോൺ തുറക്കുമ്പോഴേ kind of like all messages and comment section, because പെട്ടെന്ന് ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടല്ലോ. കാരണം ഞാൻ നോർമലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. പെട്ടെന്ന് ആ ലൈഫ് ചേഞ്ച് ആയത് എനിക്കും ആ ഒരു ചേഞ്ചസുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് പെട്ടെന്ന് ടൈം എടുത്തു. പിന്നെ വരുന്ന കമന്റ്സുകൾ ആയിക്കോട്ടെ, പക്ഷെ അതിന് ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. കാരണം ആരും ഒന്നിനെ പറ്റി സീരിയസ് അല്ല ലൈഫില്. എല്ലാവരും വെറുതെ ആരെ പറ്റി എനിക്ക് ഇവരെ ഇല്ലാതാക്കണം, ഇതാണ് എന്ന് പറഞ്ഞ് ആരും നോബഡി സീരിയസ് അബൌട്ട് ചുമ്മാ കമന്റ് ചെയ്യുക, ഒന്നുമില്ല. നമ്മളത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ സമയത്ത് ഒരു കമന്റ് കണ്ടു കഴിഞ്ഞാല് ഇരുന്ന് കരഞ്ഞ് എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞ് കരഞ്ഞിരുന്ന ഒരു കാലം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ലേറ്റർ ഐ റിയലൈസ്ഡ് നോട്ട് ആക്ച്വലി റാം ഹെൽപ് മീ. ഐ തിങ്ക് from him I gained some kind of an attitude like I don't care. Yeah, I don't care. That's it. Okay, കമന്റ് ഇടുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് ഇട്ടിട്ട് കാര്യമില്ല. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്നെ പോലെ റീൽ ചെയ്യുന്നവരോട് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഫീൽഡിലേക്ക്, ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, നമ്മൾ റീൽസ് ചെയ്യുന്ന ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ആയിക്കോട്ടെ, നമ്മളൊരു ഉദ്ദേശമായിട്ട് നമുക്ക് ഇതാണ് വേണ്ടത്, നമ്മൾ ഇതാണ് എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവും പോസിറ്റീവും എത്രയുണ്ടോ അതിനേക്കാൾ നെഗറ്റീവ് എക്സ്പെക്ട് ചെയ്തിട്ട് ഇറങ്ങും. അത് മാത്രമേ എനിക്ക് പറയുള്ളൂ. കാരണം നെഗറ്റീവ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ കാരണം നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, നമ്മളൊരു 100 കമന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 75 കമന്റ്സ് നെഗറ്റീവും ബാക്കി 25 പോസിറ്റീവ് ആണ്. ഈ പോസിറ്റീവ് അങ്ങ് നമ്മൾ തള്ളി അങ്ങ് കളഞ്ഞിട്ട് ഈ 75 വെച്ചോണ്ടിരിക്കും. അതായിരുന്നു എനിക്ക് സംഭവിച്ചു പോയിരുന്നത്. ഇഫ് ഐ ഫ്രാങ്ക്ലി സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ സാരി ഷൂട്ട് ചെയ്തിരുന്ന ഒരു സമയത്തില് ഫസ്റ്റ് ഷെഡ്യൂളില്, ടു ബി വെരി ഓണസ്റ്റ്, I just felt like saying I went to Den crying one day. ഒരു ദിവസം, കാരണം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു, ഒരു ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് I just went to Den, I was crying in front of Ram got panic because ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ നിൽക്കുകയാണ്. and he thought something happened in shoot, said something. ഒന്നുമില്ല, കമന്റ്സ് സെക്ഷൻ കണ്ടിട്ട് ഒരു ദിവസം ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അങ്ങ് പോയതാണ്. ഞാൻ അവിടെ ഇരുന്നു. And he was just watching me crying, and I cried and cried and cried and cried and keep on crying. Then he told me like, this is going to happen. This is happening with everyone. I am nobody. I am somebody who started my career right now. ഞാൻ ഒന്നുമല്ല,
എന്നെക്കാളും കൂടുതൽ എത്ര പേരാ കേൾക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് നമ്മളാണ് ഇതെല്ലാം കേൾക്കുന്നത്, എന്തുകൊണ്ട് എന്റെ ലൈഫിൽ ഇത് നടക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നമ്മളാണ്. ഒന്നുമല്ല, നമ്മളെക്കാട്ടിലും കൂടുതൽ കേൾക്കുന്നവരുണ്ട്. അപ്പുറം അതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നം ഒന്നുമല്ല പ്രശ്നങ്ങള്. പിന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡായി ഒന്നുമില്ല. ശരിക്കും ആദ്യം നമ്മള് ഇപ്പൊ അച്ഛന്റെയും അമ്മയുടെയും ഭാഗത്ത് അവര് ഓക്കെ ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി അതാണ് എനിക്ക് ഒരു ആ ഒരു ആദ്യത്തെ ഒരു ടൈമിൽ അച്ഛനും അമ്മയും എന്നെ മനസ്സിലാക്കി എന്താണ് അവർ ഷൂട്ടിങ്ങിൽ സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പൊ ആ പ്രോസസ്സ് എന്റെ അച്ഛനും അമ്മയും മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ആൻഡ് ദേ സ്റ്റാർട്ടഡ് ട്രസ്റ്റിംഗ് റാം ആൻഡ് ദ ഹോൾ സാരി ടീം. അങ്ങനെയല്ല പറയുന്നത്, സ്റ്റാർട്ടിങ്ങിലും അങ്ങനെയല്ല പറയുന്നത്, ബട്ട് കംപ്ലീറ്റ്ലി ദ ട്രസ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, മൈ daughter is safe there, in safe hands. അത് സംഭവിച്ചപ്പോ തന്നെ everything was fine. ഇപ്പൊ എന്തായാലും ഓക്കെ, എല്ലാം വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അതാണ് നമ്മൾ ഒരുപാട് കുറെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കാന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഉപദേശിക്കാൻ ആരുമല്ല, അനുഭവം ഏറ്റവും കൂടുതൽ ഉള്ളവർക്കാണ് ഉപദേശിക്കാനും അധികാരമുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇഷ്ടം പോലെ ഒരു ഡ്രോമയിലായിട്ടും ഒരുപാട് പേര് വിഷയങ്ങളിലേക്ക് പോയി. It's really something we have to talk about. കമന്റ് ഇടുന്നവര് നേരത്തെ പറഞ്ഞു അവര് മനസ്സിൽ അതങ്ങ് ഒന്നും വിചാരിക്കുന്നില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷനിൽ ഇരിക്കുകയായിരിക്കും. അവര് വീട്ടില് വൈഫുമായിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ടോ വഴക്കിട്ടിട്ടോ ഒന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ജോലിയിലെ സ്ട്രെസ്സോ എന്തെങ്കിലും ആയിട്ട് അവർക്ക് ഒരു പ്ലഷർ കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ ഇൻസ്റ്റാഗ്രാം. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ കാണുക. അവർ വന്നിട്ടപ്പോ ചെറുതായിട്ട് എന്തെങ്കിലും കമന്റ് ഇടും, നമ്മൾ അതിനെ അങ്ങനെ കാണുക. ഞാൻ അതിനെ അങ്ങനെ എടുക്കുന്നുള്ളൂ. കാരണം അവരൊന്നും they are not bothered about us. അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവർ സ്റ്റുപ്പിഡ് അല്ല. തീർച്ചയായിട്ടും. ശരിക്കും ഇപ്പൊ നമ്മള് മൂവിയിലേക്ക് വന്നപ്പോ ആദ്യമായിട്ട് റാം സാറിനെ മീറ്റ് ചെയ്തൊരു മൊമെന്റ് ഇല്ലേ, അതെന്തായിരുന്നു? അവിടെ എങ്ങനെയായിരുന്നു ഫസ്റ്റ്? ഇത്രയും നമ്മൾ എന്തായാലും മീറ്റ് ചെയ്യാൻ പോകുമ്പോ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഞാൻ സത്യം പറയാം, ഞാൻ എന്താ വെച്ചാല്, കാരണം എന്നെ പുള്ളി ഒരു വീഡിയോയിലാണ് കാണുന്നത്. സോ ഐ വാസ് ലൈക്ക് there was a time I faced body shaming. So see, I was 72 kgs at that point. And ആ ഒരു സമയത്ത് യെല്ലോ സാരി റീല് വൈറലായിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നല്ല കമന്റ്സും നല്ല മെസ്സേജസും വന്നിരുന്നു. ഇഗ്നോർ ചെയ്യുന്നില്ല, പക്ഷെ ആ ഒരു ടൈമിൽ എനിക്ക് ഒരുപാട് ബോഡി ഷേമിങ് തരത്തിലുള്ള വന്നിരുന്നു. ലൈക്ക് ആൻഡ് ഐ വാസ് എന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരുപാട് ഹേർട്ട് ചെയ്തത്. ഐ ഡോണ്ട് ലൈക്ക് കമ്പയറിങ് മീ വിത്ത് എന്നെ എന്നല്ല, ഒരാളെയും നമ്മളൊരു വേറെ വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം we are unique. So once I got this offer from Ram, I was started comparing with every actresses he worked with. So I just felt like ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ, ലൈക്ക് സോ എന്താണ് ഈ പെൺകുട്ടി, അതും എൻ്റെ സ്വന്തം നാട്ടിലുള്ളവർ പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് കൈൻഡ് ഓഫ് ഒരു വിഷമം തോന്നിയത്. എന്ത് കണ്ടിട്ടാണ്, എന്തിരുന്നിട്ടാണ്, ലൈക്ക് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് പോയിന്റ്, ഐ അണ്ടർസ്റ്റുഡ്. സോ ആ ഒരു സമയത്ത് ഞാൻ കൈൻഡ് ഓഫ് called him one day. I told you na, I was so weak at that point. എൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ശ്രീലക്ഷ്മി എന്നൊരു വ്യക്തി അന്തരിച്ചു എന്ന് ഞാൻ പറയും. കാരണം അവള് സഫർ ചെയ്ത മെന്റൽ ട്രോമ ആൻഡ് എവറിത്തിങ്, ദറ്റ് വാസ് സംതിങ്. സോ ആ ഒരു സമയത്ത് ഞാൻ വിളിച്ചിട്ട് റാമിനോട് പറഞ്ഞു, സി please do this movie with someone. I told him, please do this movie with someone, because I am comparing. എല്ലാവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാണ്. ബിക്കോസ് ഇതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നതല്ല. എല്ലാ പെൺകുട്ടികളും സോഷ്യൽ മീഡിയയിൽ റീൽ ചെയ്യുന്ന ആരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് ഞാൻ സഡൻലി ഐ വാസ് നോബഡി. സഡൻലി ഒരു ചേഞ്ച് സംഭവിച്ചപ്പോൾ ആളുകൾ എന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് വിഷമം തോന്നി. ആൻഡ് ഐ സെഡ്, സി റാം, I think I'm not perfect for this character. Okay. And I don't think I will be good. And he said, are you the director of 60 years of experience or me? See, I know, and I believe he has an eye for beauty. He has an eye for beauty. പുള്ളി എത്ര സുന്ദരികളായിട്ടുള്ള ആക്ട്രസസിനെയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെ. ശ്രീദേവിയുടെ കൂടെ വർക്ക് ചെയ്തു, ഉർമിളയുടെ കൂടെ വർക്ക് ചെയ്തു. എത്ര പുള്ളി സ്ത്രീ സൗന്ദര്യം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിക്കുന്നതെന്ന് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. സോ അപ്പൊ ഞാൻ പറഞ്ഞു, സി ഐ ബിലീവ് യു സോ സംതിങ് ഇൻ മീ, ബട്ട് ഇപ്പൊ എന്നെ ആളുകൾ കമ്പയർ ചെയ്യുന്നതൊന്നും എനിക്ക് പറ്റുന്നില്ല. അതിനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നു, എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ you don't like me. And he was like, at that point, kind of
ഒന്നും മിണ്ടുന്നില്ല. റാം ഐ യു സേയിങ് സംതിങ്, എന്താ ഒന്നും പറയുന്നില്ലേ? പുള്ളി ഒന്നും മിണ്ടാണ്ടായപ്പോഴത്തേക്ക് എനിക്ക് ആകെ അങ്ങോട്ട് ഒരു എന്തോ ഒരു വിഷമായിരുന്നു. ഞാൻ കോള് കട്ട് ചെയ്തു. ആൻഡ് ഹി സെൻഡ് മീ എ 15-10 minutes audio, and he was at that point what he told me he had that actually struck me, that he said, see, he said that I'm the most beautiful woman he ever saw in his life. And ഞാനത് ഒന്ന് ക്ലെയിം ചെയ്യുന്ന പറയുന്നില്ല, പക്ഷെ ഒരു അത്രയും ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി അത് പറഞ്ഞ് എന്നെ ട്രസ്റ്റ് ചെയ്ത്, he said I saw something in that reel that I never saw anywhere, and I'm being very genuine here. If you trust me and if you come here, if you trust, I said the thing, that relationship, എന്ത് ഒരു ബന്ധം നമുക്കിടയിൽ വേണ്ടത്, that is trust. This movie is building on trust. This movie is built on trust of a 22-year-old girl with that person. That person has contributed to my life. I don't know. I really don't know. Sorry. It's okay. ആരാധ്യ, നോക്ക് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എവിടെ ഇരിക്കുന്നേ നോക്ക്. ആരാധ്യ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വെക്ക്. നമ്മളിപ്പോ എവിടെ എത്തി നിൽക്കണമെന്ന് നോക്കുക. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എത്ര ആൾക്കാരുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ എത്ര പിള്ളേരുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട്. എല്ലാവരും മനസ്സിൽ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നതിന്റെ അപ്പുറത്താണ് ഇപ്പൊ ആരാധ്യ എത്തിയിരിക്കുന്നത്. ചെറുപ്പത്തിൽ ഇങ്ങനെ വിചാരിച്ചിരുന്നു എനിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുന്നു? ഇല്ല, ഒരിക്കലും ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെ വിചാരിക്കുന്നത്. ഓൾവേസ് ലവ് സിനിമ, പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ ഒരിക്കലും കൊണ്ട് നടന്നിട്ടില്ല. അതെ, പക്ഷെ ഇപ്പൊ നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറത്തേക്ക് എത്തിയെന്നല്ല നമ്മളിപ്പോ പറയാ. ഞാൻ ഒരിടത്തും എത്തിയതായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ഐ തിങ്ക് ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. ഓക്കെ. ഇനി എന്താ പറയാ, ഇപ്പൊ പാരന്റ്സ് ഇപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് ആരാ? ഐ തിങ്ക് ഇറ്റ്സ് റാം only. I think he genuinely wants something to happen in my life more than my parents. I really believe that. തീർച്ചയായിട്ടും. എന്തായാലും അങ്ങനത്തെ ആൾക്കാരുടെ ഇതേപോലത്തെ ഇപ്പൊ റാം, അതേപോലത്തെ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് നമുക്കൊരു സൈഡിൽ നിന്ന് കിട്ടും. നമ്മൾ ആ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ എല്ലാവരോടും നമ്മൾ പറയാനുള്ളത്, ഇപ്പൊ ഈ കമ്പാരിസം എല്ലാ പാരന്റ്സിനോടും കൂടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും മറ്റൊരു കുട്ടീനെ കാണിച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും വലിയ ആ കുട്ടീനോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ അങ്ങനത്തെ ഒരു ട്രോമ കിട്ടിയിട്ടുണ്ടാവും. അത് എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. ഇനി അവരെങ്കിലും അടുത്ത ജനറേഷനിൽ അത് ചെയ്യിക്കാതിരുന്നാൽ മതി. എന്തായാലും ഇപ്പൊ നമ്മുടെ ഇപ്പൊ സിനിമയിലേക്ക് വരികയാണ്, സിനിമ റിലീസിന് എത്തുകയാണ്. എന്തായാലും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 4 ഭാഷയിലാണ് സിനിമ ഇറങ്ങുന്നത്. എന്താണ് ഈ ഒരു മൊമെന്റിൽ നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്? പറയാനൊന്നുമില്ല ആക്ച്വലി. ഇറ്റ്സ് എ ഫസ്റ്റ് മൂവി ഓഫ് മൈൻ, ആൻഡ് എനിക്ക് തോന്നുന്നു കൂടുതലും സ്ത്രീകൾക്കാണ് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം ഇറ്റ് ഈസ് ബേസിക്കലി അബൌട്ട് സ്റ്റോക്കിംഗ്. സോ എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളുടെ ലൈഫിലും അറ്റ് എ പോയിന്റ് ദേ വുഡ് ഹാവ് ഫെൽറ്റ് ദിസ്, ലൈക്ക് ദാറ്റ് ലവ് ചേഞ്ചിങ് ടു ആൻ ഒബ്സഷൻ, ദാറ്റ് അഡ്മിറേഷൻ. ഒരു വ്യക്തി നമ്മൾ അഡ്മയർ ചെയ്യുന്നു, ലൈക്ക് ഓക്കെ ഷീ ഈസ് ലുക്കിംഗ് ഗുഡ്, ഷീ ഈസ് നൈസ്, ഷീ ഈസ് നൈസ്, ലൈക്ക് ഐ ലൈക്ക് ഹർ. പക്ഷെ അതേ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു, ലൈക്ക് ഓ മൈ ഗോഡ് ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ, ഐ വോണ്ട് ഹർ, എനിക്ക് വേണം അവളെ, ഞാൻ വേറൊരാൾക്കും അവളെ കൊടുക്കില്ല എന്നുള്ളതൊരു വളരെ സ്വാർത്ഥവും എന്താ പറയുക പ്രോസസ്സ് ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് മാറുമ്പോൾ അത് ഒബ്സഷനായിട്ട് മാറുവാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഡിഫറൻസ് ഈ മൂവിയിൽ നമുക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ഐ തിങ്ക് ലവ് ഷുഡ് ബി സെൽഫ്ലെസ്, ലവ് ഷുഡ് ബി അബൌട്ട് കെയറിങ്. നമ്മൾ ഒരിക്കലും ആ വ്യക്തിയെ, സ്വാർത്ഥമാണ് പ്രണയം, ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ ഒരിക്കലും അത് ഒരു ഓവറായി മാറരുത്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു മെസ്സേജ് ഒക്കെ ഇതിന്റെ അകത്ത് ഇരിക്കുന്നുണ്ട്, സാരിയുടെ അകത്ത്. അപ്പൊ എന്തായാലും ഈ മൂവി എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് എത്തട്ടെ. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലൈഫിൽ ഇനിയും ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് മൂവിക്കും എന്തായാലും മാഡത്തിനും എല്ലാവർക്കും ഉണ്ടാവും. ഒരുപാട് ആശംസകൾ. താങ്ക് യു സോ മച്ച്.